ബിസ്മില്ലാഹിമിനശ്ശൈത്വാനിർ-റജീം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫത്വൽ മൊയ്നിലെ ബാബു സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ ബാബാണ്. ഹിയ ഷർഅൻ, അത് ഷറഇൽ അക്വാലും വഫ്ആലും മഖ്സൂസ, പ്രത്യേകമായ ചില വാക്കുകളും പ്രവൃത്തികൾക്കുമാണ് നിസ്കാരം എന്ന് ഷറഇൽ പറയുന്നത്. മുഫ്തദിയത്തും ബിത്തക്ബീരി, അത് ആരംഭിക്കുന്നത് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടാണ്. മുഖ്തതിമത്തും ബി തസ്ലീമി, സലാം കൊണ്ട് അവസാനിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സലാം കൊണ്ട് അവസാനിക്കുന്നതും തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങുന്നതുമായ ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളുമാണ് നിസ്കാരം. സുമ്മിയത്ത് ബിദാലിക്ക, അങ്ങനെ പേര് നൽകാൻ കാരണം ലിസ്തിമാലിഹാല സ്വലാത്ത്, കാരണം സ്വലാത്ത് എന്ന് പേര് വെക്കാൻ കാരണം അതിൻ്റെ ഭാഷാപരമായ അർത്ഥം പ്രാർത്ഥന, ഒരു ദുആ എന്നാണ്. അത് ഒരു ദുആനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. നിസ്കാരം യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥനയാണ്, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അതൊരു ദുആനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. വൽ മഫ്റൂദാത്തുൽ ഐനിയ, മാത്രമല്ല ഹംസുൻ ഫി കുല്ലി യൗമിൻ വലൈല, എല്ലാ ദിവസവും 5 വക്ത് നിസ്കാരം ഫർളാണ്. മഅലൂമത്തും മിനദ്ദീനി ബില്ലറൂറ, അത് ദീനിൽ പരസ്യമായി അറിയപ്പെട്ട കാര്യവുമാണ്. എല്ലാ ദിവസവും 5 വക്ത് നിസ്കാരം ഫർളാണ് എന്നുള്ളത്. ഫയക്ഫുറു ജാഹിദുഹ, അതുകൊണ്ട് തന്നെ, അത് ഫർള് ഐനായതുകൊണ്ട് തന്നെ അതിനെ നിഷേധിക്കുന്നവൻ കാഫിറാകുന്നതാണ്. വലം തജ്തമി ഹാദിൽ ഹംസു ലിഐരി നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 5 കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടില്ല, അല്ലെങ്കിൽ ഈ 5 വക്ത് നിസ്കാരം ഉണ്ടായിട്ടില്ല ലിഐരി നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ ഈ 5 വക്ത് നിസ്കാരം ഉണ്ടായിരുന്നില്ല. ഫുരിലത്ത്, അത് നിർബന്ധമാക്കപ്പെട്ടത് ലൈലത്തുൽ ഇസ്രായിൻ്റെ രാത്രിയിലാണ്. ബഅദൻ നുബുവത്ത് കിട്ടിയതിന് ശേഷം, നുബുവത്ത് കിട്ടി ഏകദേശം 10 വർഷവും 3 മാസവും കഴിഞ്ഞതിന് ശേഷമാണ് എന്താക്കിയത്, നിസ്കാരം നിർബന്ധമാക്കിയത്. ബിഅശരി സിനീന വസലാസ അശ്വരിൻ. പിന്നെ ലൈലത്തെ സബും വൈശ്രീന മിൻ റജബ്, കറക്റ്റായ ദിവസം പറയുകയാണെങ്കിൽ റജബ് 27 രാത്രിയിൽ. വലം തജിബ് സുബുഹു യോമു തിൽക്കല്ലയിൽ, ആ രാത്രിയുടെ സുബിഹ് നിർബന്ധമായിരുന്നില്ല. കാരണം എന്താണ്, ലിയാദമിൽ ഇൽമി ബി കൈഫിയത്തിഹ, അതിൻ്റെ രൂപം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് അറിവുണ്ടായിരുന്നില്ല. അന്ന് രാത്രിയാണ് നിർബന്ധമാക്കിയത്. അപ്പോൾ രാവിലത്തെ സുബി എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ള രൂപം ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നിർബന്ധമായിരുന്നില്ല. ഇന്നമാ തജിബുൽ മക്തൂബത്തു, ആ ഫർള് നിസ്കാരം നിർബന്ധമാകുമെന്ന് വെച്ചാൽ സ്വലവാത്തുൽ ഹംസ്, 5 വക്ത് നിസ്കാരം നിർബന്ധമാകും. അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും. മുക്കല്ലഫിൻ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മനുഷ്യനും ആ 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. ദക്കരിൻ അവൈരിഹി, ആണാവട്ടെ പെണ്ണാവട്ടെ ആർക്കായാലും മുസ്ലിമും മുക്കല്ലഫുമാണെങ്കിൽ 5 വക്ത് നിസ്കാരവും നിർബന്ധമാകുന്നതാണ്. ത്വാഹിരിൻ, മാത്രവുമല്ല അതിന് ശുദ്ധിയും ഉണ്ടാകണം. ഫലാ തജിബു, അപ്പോൾ നിർബന്ധമില്ല. അല കാഫിരിൻ, അസ്ലിയായ കാഫിർ, മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് നിസ്കാരം നിർബന്ധമില്ല. അസ്ലിയായ കാഫിർ എന്ന് പറയുമ്പോൾ മുർത്തദായവൻ അതിൽ പെടൂല. മുർത്തദായവന് നിസ്കാരം നിർബന്ധമാണ്. ഫലാ തജിബു അല കാഫിരിൻ അസ്ലിൻ, ആദ്യം മുസ്ലിം അല്ലാത്ത ഒരു കാഫിറിന് നിസ്കാരം നിർബന്ധമില്ല. വസബിയൻ, കുട്ടിക്ക് നിർബന്ധമില്ല. മജ്നൂനിൻ, കാരണം പ്രായപൂർത്തി എത്തിയിട്ടില്ല. മജ്നൂനും, ഭ്രാന്തന് നിർബന്ധമില്ല, കാരണം അവന് ബുദ്ധിയില്ല. മോമ അലൈഹി, അതേപോലെ ബോധക്ഷയം സംഭവിച്ചവന്. സുക്രാനിൻ, മസ്തായവനും. ബിലാ തഅദ്ദിൻ, അവൻ ചെയ്ത തെറ്റ് കാരണമല്ലാതെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് മസ്തായവന്. ഇതുപോലെ അവൻ ചെയ്ത കാരണം എന്ന് പറയുമ്പം കള്ളു കുടിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുക, ഇതൊക്കെ കൊണ്ടാണ് മസ്തായതെങ്കിൽ അവൻ്റെ നിസ്കാരം നിർബന്ധമാണ്. അതല്ലാതെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് മസ്തായവന് നിസ്കാരം നിർബന്ധമാവുകയില്ല. ലിയാദമി തക്ലീഫീം, കാരണം അവരോടൊന്നും ദീനിൻ്റെ കൽപ്പന ഉണ്ടായിട്ടില്ല, അവരോടൊന്നും ദീന് നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടില്ല, തക്ലീഫില്ലാത്തത് കൊണ്ട്. വല അല ഹായിലിൻ, അപ്രകാരം തന്നെ ഹൈലുകാരിക്കും നിസ്കാരം നിർബന്ധമില്ല. വനുഫസായി, നിഫാസുള്ളവർക്കും നിസ്കാരം നിർബന്ധമില്ല. ലിയാദമി സിഹത്തിഹ മിൻഹുമ, കാരണം അവരിൽ നിന്നും നിസ്കാരം എന്താവുകയില്ല, സ്വീകാര്യമാവുകയില്ല, ശരിയാവുകയില്ല. വല കലാ അലൈഹിമ, അവർക്ക് നിസ്കാരം കലാവ് വീട്ടുകയും വേണ്ട. ബൽ തജിബു അലൽ മുർത്തദി, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അസ്ലിയല്ലാത്ത കാഫിർ ആണെങ്കിൽ, ഇതുപോലെ മുർത്തദായവൻ, ആദ്യം മുസ്ലിം ആയിരുന്നു പിന്നെ മുർത്തദായി, അവർക്ക് നിസ്കാരം നിർബന്ധമാണ്. മുത്താദ്യം ബി സുക്കരിൻ, മസ്താവൽ കൊണ്ട് അതിര് വിട്ട് കടന്നവൻ എന്ന് വെച്ചാൽ ലഹരി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ
കള്ളു കുടിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് മസ്തായ ആളാണെങ്കിൽ അവർക്കും നിസ്കാരം നിർബന്ധമാണ്. വയുക്തലു കൊല ചെയ്യപ്പെടണം അയൽ മുസ്ലിമു ഒരു മുസ്ലിമായ മുക്കല്ലഫായ വ്യക്തി, ശുദ്ധിയുള്ള വ്യക്തി, ഹദ്ദൻ ശിക്ഷ എന്നുള്ള നിലക്ക്, ബിലറബി ഒനുക്കിന് അവൻ്റെ പിരടി വെട്ടി അവനെ കൊല്ലണം, ഇന്നഹ്റജഹ അവൻ ആ നിസ്കാരത്തെ ഉപേക്ഷിച്ചാൽ. അപ്പോൾ ഒരാൾ മനഃപൂർവ്വം ഈ ഫർദ് നിസ്കാരത്തെ ഉപേക്ഷിച്ചാൽ ദീൻ കൽപ്പിക്കപ്പെടുന്ന ശിക്ഷ അവനെ പിരടി വെട്ടി കൊല്ലുക എന്നുള്ളതാണ്. ആമിതൻ എങ്ങനെ ഉപേക്ഷിച്ചു? മനഃപൂർവ്വം. അൻ ഭക്തി ജം ഇൻ ലഹ അതിനെ ജമ്മാക്കുന്ന സമയത്ത് തൊട്ടും അവനെന്താക്കി? അതിനെ പിന്തിപ്പിച്ചു, ഒരു കാരണവും കൂടാതെ മനഃപൂർവ്വം. ഇൻ കാന കസ്ലൻ മഅ ഇത്തിഖാദി വുജൂബിഹ എങ്ങനെയാണ് അവൻ ഉപേക്ഷിച്ചതെങ്കിൽ മടിപൂർവം, മടി കാരണമായിക്കൊണ്ട് മഅ ഇത്തിഖാദി വുജൂബിഹ അത് നിർബന്ധമാണെന്ന് വിശ്വസിക്കലോടുകൂടെ. അപ്പോൾ ഒരാൾക്ക് ഫർദ് നിസ്കാരം നിർബന്ധമാണെന്നറിയാം, എന്നിട്ടും മടി കാരണം ജമ്മാക്കുന്ന സമയത്ത് തൊട്ട്, ജമ്മാക്കുന്ന സമയം പറഞ്ഞാൽ ളുഹറും അസ്റുമാണെങ്കിൽ മാക്സിമം അതിനെ പിന്തിച്ച് ജമ്മാക്കുകയാണെങ്കിൽ അസ്റിൻ്റെ സമയം കഴിയുന്നത് വരെയാണ് ളുഹറിൻ്റെ സമയം വരെ. അതും കഴിഞ്ഞ ഒരാൾ മറികടന്നു പോവുകയാണെങ്കിൽ അവൻ എന്താക്കണം? പിരടി വെട്ടി കൊല്ലണം. ഇല്ലം യത്തുബ് അവൻ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, ബാദൽ ഇസ്തിതാബത്തി തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടതിന് ശേഷം അവനോട് കാളി കൽപ്പിച്ചു, ഇസ്ലാമിക രാജ്യത്തൊക്കെ ആണെങ്കിൽ അവനോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടു, എന്നിട്ടും അവൻ തൗബ ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അവനെ പിരടി വെട്ടി കൊല്ലണം. വാല നദിബിൽ ഇസ്തിതാബത്തി ലാ യൽമനു മൻ ഖതലഹു ഖബ്ല തൗബത്തി. അപ്പം ഈ തൗബ ചെയ്യൽ ആവശ്യപ്പെടൽ സുന്നത്താണ് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. ചിലർ അത് ഫർളാണ്, അതെന്തായാലും ചോദിക്കണം എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അത് സുന്നത്താണ് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എടുത്തു നോക്കുമ്പോൾ ലാ യൽമനു ഉത്തരവാദിയാവുകയില്ല, മൻ ഖതലഹു അവനെ ഒരാൾ കൊന്നാൽ, കബല തൗബത്തി തൗബക്ക് മുമ്പ് തന്നെ, ലാക്കിനോ യാസമു പക്ഷെ അവൻ കുറ്റക്കാരനാകും. അവൻ ഉത്തരവാദിയാവുകയില്ലെങ്കിലും അവനാരാണ്? കുറ്റക്കാരനാണ്, അത് ചോദിക്കാത്തത് കൊണ്ട് എന്നുള്ള അർത്ഥം. വയുക്തലു കുഫ്രൻ ഇൻ തറക്കഹ ജാഹിദം വുജൂബുഹ. അപ്പോൾ നേരത്തെ ശിക്ഷ എന്നുള്ള നിലക്ക് അവനെ കൊല്ലണം എന്നാണ് പറഞ്ഞത്. എന്നാൽ കാഫിറൻ എന്നുള്ള നിലക്ക് അവനെ കൊല്ലണം. ഇൻ തറക്കഹ അവൻ ആ നിസ്കാരത്തെ ഉപേക്ഷിച്ചത് ജാഹിദം വുജൂബുഹ നിസ്കാരം നിർബന്ധമാണ് എന്നുള്ളതിനെ നിഷേധിച്ചത് കൊണ്ടാണ്. എങ്കിൽ അവൻ എന്താണ്? അവൻ കാഫിറാവും. നമ്മൾ നേരത്തെ പറഞ്ഞു നിസ്കാരം നിർബന്ധമാണ് എന്നുള്ളതിനെ നിഷേധിച്ചവൻ കാഫിറാകും എന്ന് പറഞ്ഞു. അപ്പോൾ മനഃപൂർവ്വം മടി കാരണമൊക്കെ ഉപേക്ഷിച്ചതാണ്, തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടതിന് ശേഷം തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവനെ പിരടി വെട്ടി കൊല്ലണം, അത് ശിക്ഷയായിട്ടായിരുന്നു. എന്നാൽ നിസ്കാരത്തെ നിഷേധിച്ചവനെ കൊല്ലേണ്ടത് അവൻ കാഫിറാണ് എന്നുള്ള നിലക്കാണ്. ഫലായ വസലു അപ്പോൾ അവൻ്റെ മേൽ അവനെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. വലായുസല്ല അലൈഹി അവൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുകയും വേണ്ട. വയുബാദിറു മൻ മറ ബിഫായിത്തിൻ വുജൂബൻ ഇനി ഉളരി ചെയ്യണം, പ്രവർത്തിക്കണം. മൻ മറ ബിഫായിത്തിൻ വുജൂബൻ നഷ്ടപ്പെടുത്തിയ ഒരുത്തൻ, അതായത് നിസ്കാരത്തെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നഷ്ടപ്പെടുത്തി, അങ്ങനെ ചെയ്താൽ അവൻ പെട്ടെന്ന് തന്നെ അതിനെ ഖളാ വീട്ടണം. ഇൻഫാത്ത ബിലാ ഉസ്നിൻ അത് കാരണം കൂടാതെയാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ ഫയൽജമുഹുൽ ഖളാഉ ഫൗറൻ അപ്പോൾ അവനിക്ക് അത് പെട്ടെന്ന് തന്നെ ഖളാ വീട്ടൽ നിർബന്ധമാകുന്നതാണ്. കാല ഷെയ്ഖുന അഹ്മദ് ബിൻ ഹജർ റഹിമഹുല്ലാഹി തആല പറയുന്നുണ്ട്, വല്ലദി യൽഹറു നിശ്ചയം എനിക്ക് ബോധ്യപ്പെടുന്നത്, അന്നഹു യൽസമുഹു സർഫു ജമീഉ സമനിഹി അവൻ്റെ മുഴുവൻ സമയവും അവൻ വിനിയോഗിക്കണമെന്നാണ് എനിക്ക് അതിൽ തോന്നുന്നത്. ലിൽ ഖളായിമ അദാമ യഹ്താജു സർഫിഹി ഫീമ ലാബുദ്ദ മിൻഹു അനിവാര്യമായ മറ്റു കാര്യങ്ങൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സമയവും അവൻ്റെ ഈ നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുള്ളാഹിയുടെ അഭിപ്രായം ഈ വിഷയത്തിലുള്ള. അപ്പോൾ ഒരാൾക്കൊരു നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അവന് അനിവാര്യമായ എന്തെങ്കിലും അവനത് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ മരണം വരെ സംഭവിക്കാവുന്ന എന്തെങ്കിലും അനിവാര്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതുമാത്രം ചെയ്തുകൊണ്ട് മറ്റുള്ള ബാക്കി എല്ലാ സമയവും അവൻ ഖളാ വീട്ടാൻ വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള എത്രത്തോളം ഗൗരവമാണ് എന്നുള്ള രീതിയിലാണ് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്. വന്നഹു യഹ്റുമു അലൈഹി തതവ്വുഹു
അവന് സുന്നത്ത് പോലും അവൻ്റെ മേൽ ആ സമയത്ത് ഹറാമായിത്തീരും. ഇൻതഹ, വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. വയുബാദിറു ബിഹി നെതുബൻ, ഇത് കാരണം കൂടാതെ നഷ്ടപ്പെടുത്തിയവനാണ്. എന്നാൽ വയുബാദിറു ബിഹി നെതുബൻ, സുന്നത്തായിക്കൊണ്ട് നഷ്ടപ്പെട്ട നിസ്കാരത്തെ ചെയ്യണമാരി ഇൻഫാത്ത ബിയുസിരിൻ, അതെന്തുകൊണ്ടാ ഒരു കാരണം കൊണ്ടാണ് അത് നഷ്ടപ്പെട്ടതെങ്കിൽ. കനൗമിൻ, ഏത് ഉറക്കം ഒരു കാരണമാണ്. ലം യതഅദ്ദ ബിഹി, അവൻ അതുകൊണ്ട് അതിര് വിട്ട് കടന്നിട്ടില്ല, അവൻ യാദൃശ്ചികമായി ഉറങ്ങിപ്പോയതാണ്. അല്ലാതെ സ്ഥിരമായി ഉറങ്ങുന്ന ഒരുത്തനെ സംബന്ധിച്ചല്ല ഇത് പറയുന്നത്. അവൻ അറിയാതെ അല്ലെങ്കിൽ സംഭവിച്ചു പോയി, വനിസിയാനിലെ പോലെ മറന്നുപോയി. കദാലിക്ക് അപ്രകാരം എന്തെങ്കിലും സ്പെസിഫൈഡായ അംഗീകരിക്കാൻ പറ്റുന്ന കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അവൻ സുന്നത്തായിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അതിനെ ഖളാ വീട്ടണം. വയുസന്നോ, സുന്നത്താണ്. തർത്തീബഹുവ, നഷ്ടപ്പെട്ടതിനെ വൈക്കോയായി ചെയ്യൽ. ഫയക്കളി സുബഹു, അപ്പോൾ അവൻ സുബഹിയെ ഖളാ വീട്ടണം. കബല ലുഹരി, ലുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ്. വഹാക്കഥ, ഇപ്രകാരം. ഇപ്പോൾ ഒരാൾക്ക് കുറേ നിസ്കാരങ്ങൾ വൈക്കോയായി നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആദ്യം ഏതാണോ നഷ്ടപ്പെട്ടത് അതിനെ ആദ്യം കൊണ്ടുവരണം. വഹാക്കഥ, ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. തഖ്ദീമുഹു അല ഹാലറത്തിൻ, അതുപോലെ അതിനെ നിസ്കാരത്തെ മുന്നിടിക്കണം. അല ഹാലറത്തിൻ, ഇപ്പോൾ ലുഹറിൻ്റെ സമയമായി, സുബഹി ഖളാക്കി ലുഹറിൻ്റെ സമയമായി എന്നുണ്ടെങ്കിൽ ആ ലുഹർ നിസ്കരിക്കുന്നതിനേക്കാൾ മുമ്പ് ആ ഖളായ സുബഹി നിസ്കരിക്കണം. ലാ യഖാഫു ഫൗതഹ, ആ ഹാലറായ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടുന്നില്ല എങ്കിൽ. അപ്പോൾ ഇനിയിപ്പോൾ സുബഹി നിസ്കരിക്കാൻ നിന്നാൽ ഇപ്പോഴത്തെ ലുഹർ കൂടി നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ അപ്പം പിന്നെ ലുഹർ തന്നെയാണ് ആദ്യം നിസ്കരിക്കേണ്ടത്. അല്ലാത്ത പക്ഷം അവൻ സുബഹിയാണ് ആദ്യം നിസ്കരിക്കേണ്ടത്. ഇൻഫാത്ത ബ്യൂസിൻ, അതൊരു കാരണത്തോടു കൂടിയാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ. വൈൻ ഹഷ്യ ഫൗത്തു ജമാഅത്തിഹ, അതിൻ്റെ ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടാലും ശരി. അപ്പോൾ ജമാഅത്ത് നഷ്ടപ്പെടുമോ എന്നാണ്. ഇപ്പോൾ ഹാലറായ നിസ്കാരത്തിൻ്റെ ജമാഅത്ത് നഷ്ടപ്പെടുമോ, അവൻ ഖളാ ആയത് നിസ്കരിക്കാൻ നിന്നാൽ എന്നാണെങ്കിൽ പക്ഷെ എന്താണ്, അപ്പോൾ അവിടെ മുന്നിരിക്കേണ്ടത് ഖളാ ആയതിനെ തന്നെയാണ്. അൽ മുഅ്തമദി, പ്രബലമായ അഭിപ്രായപ്രകാരം. വൈദാ ഫാത്തബിയു ഇലാ ഉദ്രിൻ, ഇനി ഒരു കാരണം കൂടാതെയാണ് ആദ്യം പറഞ്ഞ നിസ്കാരം ഖളാ ആയി പോയത് എങ്കിൽ ഫയജിബു തഖ്ദീമുഹു അലൈഹ, അപ്പോൾ അതിനെ ഖളാ ഹാലറിനേക്കാൾ മുന്നിടിക്കൽ നിർബന്ധമാക്കുന്നു. അമ്മ ഇതാ ഹാഫ ഫൗത്തുൽ ഹാലറത്തി, അപ്പോൾ ഇനി ഹാലറായ നിസ്കാരം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടാൽ ബിയക്കാബാലുഹ, അതിൻ്റെ അല്പം സംഭവിക്കൽ കൊണ്ട് ഹാരിജ വക്തിൻ, സമയത്തിൻ്റെ പുറത്ത്, അതായത് ഖളായി പോകും അല്ലെങ്കിൽ ബാങ്ക് കൊടുത്തു പോകുമെന്നുണ്ടെങ്കിൽ വൈൻകല്ല അത് എത്ര കുറച്ചാണെങ്കിലും ശരി. ഫയൽജമുൽ ബദോബിഹ, അപ്പോൾ അവൻ ഹാലറായ നിസ്കാരത്തെയാണ് മുന്നിടിക്കേണ്ടത്. വയജിബു തഖ്ദീമു മാ ഫാത്ത, അവന് നഷ്ടപ്പെട്ടതിനെ അവൻ മുന്നിടിക്കൽ നിർബന്ധമാകും. ബിഐരി ഉസിരിൻ, കാരണത്തോട് കൂടെ അല്ലാതെ നഷ്ടപ്പെട്ടതാണെങ്കിൽ. അലാമ ഫാത്ത ബിയുസിരിൻ, കാരണത്തോട്. ഇനി ഒരാൾക്ക് രണ്ട് നിസ്കാരങ്ങളുണ്ട്, ഒന്ന് കാരണത്തോടെയാണ് നഷ്ടപ്പെട്ടത്, മറ്റൊന്ന് കാരണത്തോട് കൂടി അല്ലാതെയാണ് നഷ്ടപ്പെട്ടത്. ഒന്ന് നഷ്ടപ്പെട്ടതിന് യാതൊരു കാരണവുമില്ല, മറ്റതിന് എന്തോ ഒരു കാരണമുണ്ട്. അപ്പോൾ ആദ്യം കാരണം ഇല്ലാതെ നഷ്ടപ്പെട്ടതിനെയാണ് അവൻ ആദ്യം നിസ്കരിക്കേണ്ടത്. വൈൻ ഫുക്കിദ തർത്തീബോ, ആ വിഷയത്തിൽ തർത്തീബ് നഷ്ടപ്പെട്ടാലും ശരി. ഒരാൾക്ക് സുബഹി നഷ്ടപ്പെട്ടത് ഒരു കാരണത്തോടു കൂടിയാണ്, എന്നാൽ ളുഹ്ർ നഷ്ടപ്പെട്ടത് ഒരു കാരണവും ഇല്ലാതെയാണ് എങ്കിൽ അവൻ ആദ്യം ഖളാ വീട്ടേണ്ടത് ളുഹ്റിനെയാണ്. ലിയന്നഹു സുന്നത്തുൻ, കാരണം തർത്തീബ് എന്നുള്ളത് സുന്നത്താണ്. വൽ ബിദാറു വാജിബുൻ, പക്ഷേ ഈ ആദ്യം ചെയ്യുക എന്നുള്ളത്, കാരണം കൂടാതെ നഷ്ടപ്പെട്ടതിനെ ആദ്യം ചെയ്യുക എന്നുള്ളത് വാജിബുൻ, അത് നിർബന്ധമാണ്. വയുന്തബു തഹീറു റവാത്തിബി, ഈ റവാത്തിബ് നിസ്കാരത്തെ പിന്തിപ്പിക്കൽ സുന്നത്താണ്. അനിൽ ഫവായിത്തി ബി ഉദരിൻ, കാരണത്തോടു കൂടി നഷ്ടപ്പെട്ട നിസ്കാരത്തേക്കാൾ റവാത്തിബിനെ പിന്തിപ്പിക്കൽ സുന്നത്താണ്. വയജിബ് തഹീറുഹ അനിൽ ഫവായിത്തി ബി ഐരി ഉദരിൻ, എന്നാൽ കാരണം കൂടാതെ നഷ്ടപ്പെടുത്തിയ നിസ്കാരങ്ങളെക്കാൾ റവാത്തിബിനെ പിന്തിപ്പിക്കൽ എന്തുമാണ്, നിർബന്ധവുമാകുന്നു. തംബീഹുൻ, ഇനി ഒരു ഉണർത്തലാണ്. മൻ മാത്ത, ഒരാൾ മരിച്ചു. അലൈഹി സലാത്തു ഫർദിൻ, അവന് ഫർള് നിസ്കാരം ഒരു ഫർള് നിസ്കാരം ഉണ്ടായിരുന്നു. ലം ഖളാ വീട്ടപ്പെട്ടിട്ടില്ല. വലം യുഫിദ് അൻഹു, അവനെ തൊട്ട് ഫിദ്യയും കൊടുത്തിട്ടില്ല എങ്കിൽ. വഫി കൗലിൻ അന്നഹ തുഫ്അലു അൻഹു, ഒരു കൗല് പ്രകാരം അത് അവനെ തൊട്ട് ചെയ്യപ്പെടണമെന്നാണ്. എന്ന് വെച്ചാൽ അവന് പകരമായിക്കൊണ്ട് മറ്റൊരാൾ ചെയ്യാമെന്നാണ്. ഔസാ ബിഹ അംല, അവൻ അതുകൊണ്ട് വസിയത്ത് ചെയ്യപ്പെടട്ടെ, അംല ഇല്ലാതിരിക്കട്ടെ, എങ്ങനെയായാലും അവനെ തൊട്ട് ചെയ്താൽ അത് വീടും എന്നൊരു അഭിപ്രായമുണ്ട്. ഹക്കാവുൽ ഉബാദിയു അൻ ഷാഫി ഇമാമിനെ തൊട്ട്
ഉബാദി എന്നവർ ഉദ്ധരിച്ചതായി കാണും. ലിഖബരിൻ ഫീഹി, അതിൽ ഹദീസ് ഉണ്ടായതിനു വേണ്ടി. വഫാല ബിഹി സുബിക്കിയു അൻബാലി അക്കാരിബി, സുബിക്കി ഇമാം ഇത് തൻ്റെ ചില കുടുംബക്കാർക്കു വേണ്ടി ഇങ്ങനെ ചെയ്തതായും കാണപ്പെടുന്നുണ്ട്. വയോമറു, കൽപ്പിക്കപ്പെടണം, ലൂസിബ കുട്ടികളോട്, ദക്രൻ ഔൻസ ആണാവട്ടെ പെണ്ണാവട്ടെ, മുമയ്യിസിൻ വകതിരുവെത്തിയ, ബിയൻ സാറയാക്കുലു വകതിരുവെത്തിയത് എങ്ങനെ, അവൻ ഭക്ഷിക്കാനും യശ്രബു കുടിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. വയസ്തഞ്ച വഹദോ, തനിച്ച് മനോഹരം ചെയ്യുന്ന അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഐ യജിബു അല കുല്ലിമൻ അബവൈഹി, അവൻ്റെ മാതാപിതാക്കൾക്ക് രണ്ടുപേർക്കും നിർബന്ധമാകുന്നു. വൈനല, അതെത്ര ഉയരത്തേക്കുള്ള, അതായത് വല്യപ്പ അങ്ങനെ വല്യമ്മ ആ രീതിയിൽ എത്ര മുകളിലോട്ടുള്ളവരാണെങ്കിലും ശരി. സുമ്മൽ വസിയു, ഇനി ഇവരൊന്നുമില്ലാത്ത സന്ദർഭത്തിൽ ആരാണ് വസി, ആരാണോ വസിയുള്ളത്, വസിയത്ത് ചെയ്യപ്പെട്ട ആളുള്ളത് അവരാണ്. വാല മാലിക് റക്കീക്കി, അതുപോലെ അടിമയാണെങ്കിൽ ഉടമക്ക്, ആ അടിമയുടെ യജമാനാണ് ഇത് നിർബന്ധമാകുക. അയ്യാമുറ, അവർ കൽപ്പിക്കണം, ബിഹാ നിസ്കാരം കൊണ്ട്, ഐസ്വലാത്ത് ബലോ കലാ എന്നത് കലാ ആണെങ്കിലും ശരി. അബി ജമീ ഷുറൂത്തിഹ, അത് അതിൻ്റെ എല്ലാ ഷർത്തുകളോടും കൂടി. ലി സബീൻ, 7 വയസ്സായവനോട്. ഐ ബാദ സബീൻ മിനസ്സിനീന, 7 വയസ്സായതിന് ശേഷം. ഐ ഇന്ദ തമാമിഹ എന്ന് വെച്ചാൽ 7 വയസ്സ് പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ. വൈൻ മയ്യസ കബ്ലഹ, അവൻ അതിന് മുമ്പ് ബഗതിരുവെത്തിയാലും ശരി. ഫയംബായി മാ സിയത്തിൽ അംരി തഹ്ദീദു, പക്ഷെ ഈ കൽപ്പനയോടുകൂടി വയമ്പായി അനിവാര്യമാണ് മയസിയത്തിൽ അമരി, അവനോട് ചെയ്യുന്നുള്ള ഈ കൽപ്പനയോടുകൂടി തഹദീദ് കുറച്ചൊരു ഭയപ്പെടുത്തുന്ന രീതിയിൽ അവനോടത് കൽപ്പിക്കണം. എന്നാലേ അത് എന്താവുള്ളൂ, ചെയ്യപ്പെടുകയുള്ളൂ. വൈലുറബു, അടിക്കണം, ലർബൻ ഐറ മുബരഹിൻ, മുറിവേൽപ്പിക്കാത്ത തരത്തിലുള്ള അടി. വുജൂബൻ, നിർബന്ധമായും. മിമ്മൻ ദുഃഖിറ, ഈ പറഞ്ഞപ്പെട്ട ആളുകൾ. അലേഹ അലാ തർക്കിഹ, അതിനെ ഉപേക്ഷിക്കുന്നതിൻ്റെ മേൽ. ഈ നിസ്കാരം ഉപേക്ഷിക്കുന്ന പക്ഷം മുറിവേൽപ്പിക്കാത്ത രീതിയിലുള്ള അടി അവരെ അടിക്കുകയും വേണം. വലോ കലാനത് കല ആണെങ്കിലും ശരി. ഔ തറക്ക ഷർത്തുമിൻ ഷുറൂത്തി, അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഷർത്തുകൾ ഉപേക്ഷിക്കുന്ന പക്ഷം മുറിവേൽപ്പിക്കാത്ത രീതിയിലുള്ള അടി അടിക്കുകയും വേണം. ആരെ, ലി അഷരിൻ, 10 വയസ്സ് പൂർത്തിയായാൽ, ബാദസ്തിക് മാലിഹ, അതായത് 10 വയസ്സ് പൂർത്തിയായാൽ. ഹദീസിൻ സഹി, കാരണം അതിൽ ഒരു ഹദീസ് വന്നിട്ടുണ്ട്, അത് തെളിവായിക്കൊണ്ട്. മൊറു സബിയ ബിസ്വലാത്തി, നിങ്ങൾ കുട്ടികൾ എന്താക്കുക, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക. ഇതാ ബല സബസിനീൻ, 7 വയസ്സ് പൂർത്തിയായാൽ. വൈദാ ബല അഷ്റസിനീന, 10 വയസ്സ് പൂർത്തിയായാൽ. ഫദ്രിബൂഹു അലൈഹ, അത് ഉപേക്ഷിച്ചതിൻ്റെ മേൽ നിങ്ങൾ അവരെ അടിക്കുകയും ചെയ്യുക. കസൗമിൻ, ഏതുപോലെ, നിസ്കാരം പോലെ. അത്താക്കഹു, അവന് സാധിക്കുന്ന നിസ്കാരം പോലെ, നോമ്പ് പോലെ. കസൗമിൻ അത്താക്കഹു, അവന് സാധിക്കുന്ന നോമ്പ് പോലെ. ഫൈനഹു യുഅ്മറു ബിഹി, അവനോട് കൽപ്പിക്കപ്പെടണം. ലിസബൈൻ, 7 വയസ്സായാൽ നോമ്പ് നോൽക്കാൻ വേണ്ടി അവനോട് കൽപ്പിക്കപ്പെടണം. വൈറബു അലൈഹി ലി അശരിൻ, 10 വയസ്സായാൽ അവനെ അടിക്കുകയും വേണം. കസലാത്തി, നിസ്കാരം പോലെ തന്നെ. വഹിക്മത്തു ദാലിക, അങ്ങനെ പറയാനുള്ള യുക്തി, അതിൻ്റെ യുക്തി എന്താണ്? തംബ്രീനു അലാൽ ഇബാദത്തി, ഇബാദത്തിൻ്റെ മേലുള്ള ഒരു പ്രാക്ടീസ് അവർക്ക് നൽകുക എന്നുള്ളതാണ്. ലിയതഅവ്വദഹ, അവർ അതിനെ പതിവാക്കാൻ വേണ്ടിയും. ഫലായത്രുക്കുഹ, അവർ അതിനെ പിന്നീട് എന്താക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല. വബഹ്സൽ അസ്റഈ ഫിൽ കിന്നിൻ സഈരിൻ കാഫിരിൻ നതക ബിഷഹാദതൈനി, എന്നാൽ അസ്റഈ എന്നവർ ചർച്ച ചെയ്യുന്നുണ്ട് ഫീ കിന്നിൻ സഈരിൻ, ഒരു ചെറിയ അടിമയുടെ വിഷയത്തിൽ. കാഫിരിൻ, കാഫിറായ. നതക ബിഷഹാദതൈനി, ഷഹാദത്ത് കലിമ രണ്ടും ചൊല്ലിയിട്ടുണ്ട് ഇപ്പോൾ. അന്നഹു യുമറു നദ്ബൻ ബിസ്വലാത്തി വസ്സൗമി, അവനോട് ആ സമയത്ത് തന്നെ സുന്നത്ത നിലക്ക് നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും കൽപ്പിക്കപ്പെടണം. യഹുസ്സു അലൈഹിമ മിൻ ഐരി ലർബിൻ, അവനെ അടിക്കാതെ തന്നെ അതിൻ്റെ മേൽ പ്രേരിപ്പിക്കുകയും വേണമെന്ന്. ലിയാലിഫൽ ഖൈറ ബഅദ ബുലൂഹിഹി, അവൻ പ്രായപൂർത്തി എത്തിയതിന് ശേഷം നന്മയോട് ഇണങ്ങിച്ചേരാൻ വേണ്ടി. വൈനബൽ കിയാസ് താലിക്ക, ആ വിഷയത്തിൽ കിയാസ് എതിരായാലും ശരി. നമ്മൾ നേരത്തെ പറഞ്ഞു 10 വയസ്സായാൽ അടിക്കണം എന്നുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കിയാസ് ഇവിടെ എതിരാവുകയാണെങ്കിലും ശരി, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അസ്റഈ ഇമാം എന്നിവർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇൻതഹ, ആ വിഷയം ഇവിടെ അവസാനിച്ചു. വയജിബു അയലാൻ, ഇനി വീണ്ടും നിർബന്ധമാകും. അലാമൻ മറ, മുൻകഴിഞ്ഞ ആളുകൾക്ക്, രക്ഷിതാക്കൾക്ക്.
നഹീഹു അനിൽ മുഹറമാത്തി നിഷിദ്ധമായ കാര്യങ്ങൾ വിലങ്ങൽ. താലീമുഹുൽ വാജിബാത്തി അവന വാജിബാത്തുകൾ നിർബന്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കലും. വനഹവി അതുപോലത്തെ കാര്യങ്ങൾ. മിൻസാരി ഷറായി ലാഹിറ പ്രത്യക്ഷമായ എല്ലാ ഷറൈൻ്റെ വിധിവിലക്കുകളും. വലോ സുന്നത്തുൻ അത് സുന്നത്താണെങ്കിലും ശരി. കസിവാക്കിൻ മിസ്വാക്ക് ചെയ്യുക പോലത്തത്. വംറുഹൂബിദാലിക്ക് അവനോട് അതുകൊണ്ട് കൽപ്പിക്കലും. വലാ യൻതഹി വുജൂബു മാമറ ഈ മുൻകഴിഞ്ഞ കാര്യങ്ങൾ നിർബന്ധമാകൽ അവസാനിക്കുകയില്ല. അലാമൻ മറ മുൻകഴിഞ്ഞ രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ അടിമയാണെങ്കിൽ ഉടമക്ക് ഇത്തരം ആളുകൾക്ക് ഇല്ലാ ബിബുലൂഹി റഷീദൻ അവന് പക്വത കൈവരൽ കൊണ്ടല്ലാതെ. ഉജ്റത്തു താലീമിഹി അവനെ പഠിപ്പിക്കുന്നതിൻ്റെ കൂലി അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ട ചിലവുകളെല്ലാം ദാലിക്കൽ ഖുർആനി ഖുർആൻ പഠിപ്പിക്കുക വല്ലാതെ മര്യാദ പഠിപ്പിക്കുക എന്നിലേക്കുള്ള ചിലവുകൾ ഫിമാലിഹി അവൻ്റെ മുതലിൽ നിന്നാണ് എടുക്കേണ്ടത്. സുമ്മാലാബിഹി ഇനി അവന് മുതലില്ല എങ്കിൽ അവൻ്റെ പിതാവിൻ്റെ മുതലിൽ നിന്ന്. സുമ്മാല ഉമ്മിഹി പിന്നെ ഉമ്മയുടെ മുതലിൽ നിന്ന്. ഇങ്ങനെയാണ് ചിലവുകൾ വരേണ്ടത്. തമ്പീഹുൻ ഇനിയൊരു ഉണർത്തലാണ്. ദക്ര സംആനിയു സംആനി എന്നവർ പറഞ്ഞു ഫി സൗജത്തിൻ സൈറത്തിൻ ഒരു ചെറിയ ഭാര്യയുടെ വിഷയത്തിൽ. സാത്തു അബവൈനി അവർക്ക് പിതാക്കളുണ്ട്. അന്ന വുജൂബു മാ മറ അലേഹിമ ആദ്യം ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമാകുക ആരാണ്? അവർക്ക് അവരുടെ മാതാപിതാക്കൾക്ക് തന്നെയാണ്. ഫസ് സൗജ് പിന്നെയാണ് ഭർത്താവിന് നിർബന്ധമാവുക എന്നുള്ളത്. അപ്പം പ്രായപൂർത്തിയാവാതെ വിവാഹം കഴിഞ്ഞ ചെറിയ ഇണയുടെ വിഷയത്തിൽ സംആനി എന്നവരുടെ അഭിപ്രായം ഇതാണ്. അപ്പോൾ കളിയത്തുഹു അങ്ങനെ പറയാനുള്ള കാരണം വുജൂബു ദർബുഹ അവളെ അടിക്കൽ നിർബന്ധമാകുമെന്നുള്ളതാണ്. വബിഹി വലോഫിൽ കബീറത്തി സുറിഹ ജമാലുൽ ഇസ്ലാമിൽ ബിസരിയു എന്നവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വലിയ ഭാര്യയുടെ വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്ന ബസരി എന്നവർ വ്യക്തമാക്കി പറഞ്ഞതായി കാണാം. കാല ഷെയ്ഖുന എന്ന ഷെയ്ഖുന പറയുന്നത് വഹുവ ലാഹിറുൻ അത് തന്നെയാണ് പ്രത്യക്ഷമായ അഭിപ്രായം. ഇല്ലം യഖ്ഷാനു ഷൂസൻ പിണക്കം ഭയപ്പെടുന്നില്ല എങ്കിൽ. വാത്ലക സർക്കഷിയോ അന്നദുബ സർക്കഷി ഇമാം എന്നവർ പറഞ്ഞു അത് സുന്നത്താണ് എന്നാണ് സർക്കഷി ഇമാമിൻ്റെ അഭിപ്രായം. വ അവൽ വാജിബുൻ ഹത്ത അലൽ അംറിൻ ബിസ്വലാത്തി കമാ കാലു അലൽ ആബായി സുമ്മ അലാമൻ മറ താലീമുഹു അന്ന നബിയന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബി മക്ക. അപ്പോൾ അവൽ വാജിബുൻ ആദ്യം നിർബന്ധമാകുന്നത് അത്ത അലൽ അംറിൻ ബിസ്വലാത്തി നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് നിർബന്ധമാകുന്ന ഒരു കാര്യം എന്നുള്ളത്. കമാ കാലു അവർ പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതുപോലെ അലല്ലാബായി മാതാപിതാക്കൾക്ക് നിർബന്ധമാകുന്നത്. സുമ്മ അലാമൻ മറ മുൻകഴിഞ്ഞ ആളുകൾക്കൊക്കെ നിർബന്ധമാകുന്നു. മാതാപിതാക്കൾ കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ അടിമയാണെങ്കിൽ ഉടമ ഇവർക്കൊക്കെ നിർബന്ധമാകുന്നത് താലീമുഹോ മുമയ്യിസായ കുട്ടിയെ പഠിപ്പിക്കലാണ്. അന്ന നബിയന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോയ്സ് ബി മക്ക മക്കയിൽ ജനിച്ചു എന്നും നിയോഗിക്കപ്പെട്ടു എന്നും വലിദ ബിഹ അവിടുത്തെ മക്കയിൽ ജനിച്ചു എന്നും വദുഫിന ബിൽ മദീന മദീനയിൽ മറമാടപ്പെട്ടു എന്നും പഠിപ്പിക്കണം. വമാത്ത ബിഹ അതുപോലെ മദീനയിൽ വഫാത്തായി എന്നും അവരെന്താക്കണം പഠിപ്പിക്കലാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് പണ്ഡിതന്മാരെല്ലാം ഏകകണ്ഠമായി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത്രയുമാണെന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.